മാഷിനറിയ വാപ്പ 10 വയസ്സിൽ വാപ്പ മരിച്ചിട്ടുണ്ട്. പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് ഇവിടെ ഒരുമിച്ച് കൂടിയ ഇവരെ യുവമിഥുനങ്ങളായ ഇവിടെ കല്യാണം കഴിക്കാൻ വേണ്ടി നമ്മൾക്ക് പേരൊക്കെ രജിസ്റ്റർ ചെയ്ത് തന്നിട്ടുള്ള അവരിവിടെ എത്തിയിട്ടുണ്ട്. അവർക്കുള്ള വസ്ത്രങ്ങൾ ഇന്ന് മണ്ണാർക്കാട് വെച്ചുകൊണ്ട് അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അഡ്മിന്മാർ മുഖാന്തരം നിങ്ങൾ കൊണ്ടുപോയി അവർ നിങ്ങൾക്ക് വേണ്ട ഡ്രസ്സുകൾ എടുത്തു തരും. അതടക്കം മറ്റുള്ള സമൂഹ വിഭാഗത്തിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളെ നമുക്ക് അവർക്ക് വേണ്ട വസ്ത്രങ്ങള്, അതുപോലെ തന്നെ അവർക്ക് അവര് ഒപ്പം എത്ര ആള് വന്നാലും അവർക്കുള്ള ഭക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ സ്പെഷ്യലായിട്ട് തന്നെ അതവിടെ ചീർണിണ്ടാവും. അതൊന്നും കൂടാതെ നിങ്ങൾക്ക് വേണ്ടി എത്രയോ ലക്ഷങ്ങൾ ചെലവഴിച്ചുകൊണ്ട് അവർക്ക് വേണ്ട ഭക്ഷണങ്ങളൊക്കെ മണ്ഡപത്തിൽ ഒരുക്കിക്കൊണ്ടാണ് ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ ഈ ദൗത്യം നിർവഹിക്കുന്നത്. അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും അള്ളാഹു നൽകട്ടെ. ഇതുപോലെ ധാരാളം ഇത് നമ്മൾക്കറിയാം. നമ്മളുടെ കൂട്ടത്തിൽ നിന്ന് നമ്മളെ അമുസ്ലിങ്ങളായ 4-5 സ്ത്രീകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവരെയൊക്കെ കാര്യങ്ങൾ ബഹുമാനപ്പെട്ട തങ്ങളവിടുക്കൽ പാലക്കാട് ഭാഗത്ത് നിന്ന് ഒക്കെ ആളുകള് ഓരോ അമ്മമാര് വന്നുകൊണ്ട് തങ്ങളെ മുന്നിൽ വന്നുകൊണ്ട് പറയുമ്പോ അതൊന്നും നോക്കാതെ തന്റെ നാട്ടുകാരോ അല്ലെങ്കിൽ മറ്റുള്ളൊന്നും നോക്കാതെ ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകള് ആ കുട്ടികളെ കൂടി ഈ സമൂഹ വിവാഹത്തിലേക്ക് ഉൾപ്പെടുത്തി എന്നുള്ള സന്തോഷ വാർത്തയും കൂടി നമുക്കുണ്ട്. അപ്പോ ജാതി മതഭേദമന്യേ തങ്ങളെ ചികിത്സക്ക് വരുമ്പോ നിങ്ങൾക്കറിയാം ധാരാളം ആളുകൾ ഇതര മതസ്ഥ സമുദായത്തിൽ നിന്ന് ധാരാളം ആളുകൾ തങ്ങളെ കാണാനും ഫളിലേൽക്കാനും ഇവിടെ ലഭിച്ച് അവർക്കൊക്കെ ഫലം ലഭിച്ചുകൊണ്ട് ഇവിടെ വന്നുകൊണ്ട് ഓരോ കാര്യങ്ങൾ നിർവഹിക്കുന്നത്. അപ്പൊ അത് കണക്കിലെടുത്തുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട തങ്ങളവറുകള് ഇതര മതത്തിൽപ്പെട്ട സമുദായത്തിൽപ്പെട്ട ആളുകളെയും ഈ കല്യാണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട തങ്ങളവറുകളുടെ ഈ സേവനം അള്ളാഹു സ്വീകരിക്കട്ടെ. ഇനിയും ഖിയാമത്ത് നാൾ വരെ ഇത് തുടരാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അപ്പൊ പ്രത്യേകം പറയില്ല, അവര് ഭക്ഷണം കഴിഞ്ഞ് ഇവിടുന്ന് പോകുമ്പോ അവര് ഡ്രസ്സ് ഉണ്ടാവും, അത് എടുത്ത് പോകാവൂ. അതേപോലെ കല്യാണത്തിന്റെ ഫോം വന്ന ആളുകളൊക്കെ എല്ലാവരോടും എത്താൻ പറഞ്ഞിരുന്നു. ഇവിടെ ആകെ 4-5 ഫോമേ തന്നിട്ടുള്ളൂ. പോകുന്നതിന്റെ മുമ്പ് ആ ഫോമുകളൊക്കെ ഇവിടെ എത്തണം. അതേ പ്രകാരം തന്നെ ബഹുമാനപ്പെട്ട സയ്യിദ് അവർക്ക് ഒരാളുടെ ഉംറക്ക് വേണ്ടി ഇവിടുന്ന് തെരഞ്ഞെടുക്കുന്നുണ്ട്. അതിന്റെ ഇടയിൽ ഇൻഷാ അല്ലാഹ് ലാസ്റ്റ് നടക്കും. അതിന്റെ നറുക്കെടുപ്പിൽ ആരെങ്കിലും പേരെഴുതിയിടാണ്ടെങ്കിൽ പാസ്പോർട്ടുള്ള ആളുകള് പോവാത്ത അഡ്മിന്മാരും ഉണ്ടെങ്കിൽ അതിൽ നിങ്ങളെ പേര് എഴുതിയിട്ടാൽ ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളുടെ നേതൃത്വത്തിൽ ഇവിടെ വെച്ച് നറുക്കെടുക്കും. അതില് എന്ത് ചെയ്യാം, ആ ഒരു ഭാഗ്യവതി ആരാണോ എന്ന് ഇൻഷാ അല്ലാഹ് ഇന്ന് അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ അഡ്മിൻ കാർഡ് കിട്ടാത്ത ആളുകൾ, നിങ്ങൾ പേര് കൊടുത്ത ആളുകൾ ഉണ്ടെങ്കിൽ പോണ സമയത്ത് ഇവിടെ ഉണ്ട്, അത് നിങ്ങൾ മേടിച്ച് പോവുക. കുറച്ച് ആളുകളെ പേര് തന്നവർ മാത്രം, ഷിഹാബ് തങ്ങൾക്കും എനിക്കും വിട്ടുന്ന ആളുകൾ മാത്രം എന്ത് ചെയ്യുക, അവർക്കുള്ള അഡ്മിറ്റ് കാർഡ് ലഭിച്ചു. മറ്റു കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട ദാറുൽ നജാത്ത് യതീംഖാനയുടെയും മണലടി മഹലിലേക്ക് പ്രധാനിയായ ബഹുമാനപ്പെട്ട സലാമാഷ് ആർദ്രമായി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും സ്വാഗതം ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട നമ്മുടെ തച്ചനാട്ടുകര പഞ്ചായത്ത് പ്രസിഡന്റ് ഇവരെ എന്ത് കാര്യം ഉണ്ടെങ്കിലും ബഹുമാനപ്പെട്ട തങ്ങൾ വിളിച്ചാല് ആദ്യം അദ്ദേഹം ഓടി വരുന്നത്. അദ്ദേഹത്തിന്റെ എല്ലാ ഒഴിവുകളും മാറ്റി വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട തങ്ങൾ അവരുടെ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഈ സദസ്സിലേക്ക് അദ്ദേഹം ഓടിയെത്തും. ബഹുമാനപ്പെട്ട സലീമാഷ അവരുടെ ആദരപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിവിടെ ഒരുമിച്ച് കൂടിയതുപോലെ സ്വർഗീയ ലോകത്തിലും അല്ലാഹു ഒരുമിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നിങ്ങൾക്ക് ആർക്കെങ്കിലും ദൂരത്തുനിന്ന് വന്നവരാണ് വിശക്കനുണ്ടോ? മലയാളം വിശക്കനുണ്ടോ? ഉണ്ടെങ്കിൽ പോയി ഭക്ഷണം കഴിച്ചിട്ട് വരും. ഉണ്ടോ? ഇല്ല അല്ലേ? ചായ ആവശ്യമുള്ള പെട്രോളിൽ പോയി ചോദിച്ചോ. ഞാന് ഇതിന്റെ ഭാഗാളെ പ്രതീക്ഷിച്ച് എത്ര കൂടെ പുറപ്പെടുന്നുണ്ടോ എനിക്കറിയില്ല. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. പക്ഷേ ഞാൻ സലാം പറയാത്ത കാര്യം നിങ്ങൾ സലാം അടക്കം വിചാരിച്ചിട്ട് കേട്ടോ. അപ്പോ സലാമാസുണ്ട്, സലീമാസുണ്ട്. അള്ളാഹു ആഫിയത്ത് ആർക്കൊന്നും കൊടുക്കട്ടെ. എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയണ്ടേ. ഈ കാര്യങ്ങൾ പറയാനാണ് നിങ്ങളെ വിളിച്ചത്.
അത് ചിലപ്പോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവും, ചിലപ്പോ ഇഷ്ടപ്പെടാത്തതുണ്ടാവും. അപ്പൊ അതുകൊണ്ടൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? പൊരുത്തപ്പെടണം. പുതിയണ്ണന്മാരിപ്പോ വന്നു, എണീറ്റ് എത്ര ആള് വന്നു? പുസ്തകയുടെ നിങ്ങള് പുതിയണ്ണന്മാർക്ക് എണീറ്റ് തന്നെ 1 2 3 4 5 6 7 8 9 10 11 12 13 14 പുസ്തകയുടെ 3 ആളുകളോട് ഇങ്ങനെയാണെങ്കിൽ നിക്കാഹിന് വിഷയം വരും. അതുകൊണ്ട് അവരെ വിളിച്ചിട്ട് നിങ്ങൾ വരണ്ടെന്ന് പറയും. ഇരിക്കും. നിങ്ങളെ വിളിച്ചത് എന്തിനാ അറിയാം? കേട്ടോളിങ്ങൾ. അതാ വർത്താനം പറയണ്ട. ഞാന് സമ്മാനം ഉണ്ട്, ഇതൊക്കെ കറക്റ്റ് കേട്ടാ. അതെവിടെ വള മാസല്ലേ ഇന്നലെ ഉണ്ടാക്കില്ല മാഷ. അല്ല, ഇപ്പോൾ ഒരു സ്വർണം കിട്ടിയൊരു ക്യാൻസർ മാറിയിട്ട് ഇന്നലെ മുന്നേ തന്നെ അതൊക്കെ തരുന്നത്. അപ്പൊ ആ സ്വർണ്ണം വിളിക്കൊണ്ട് കൊടുക്കാം. ഇന്നലെ ഉണ്ടാക്കുമല്ലോ, വിഷമം കൊണ്ടാണ്. നേരം ഇന്ന് നമ്മുടെ ഇപ്പൊ നോക്കാൻ നിങ്ങൾ 9 മണിക്ക് വരാൻ പറഞ്ഞത് പുതിയണ്ണന്മാർ നോക്കണേ. ഞാൻ നിക്കാഹിന് വന്ന് എന്താ ചെയ്യാം? അപ്പോ കേട്ടോളി. നൂറെ ഹബീബിന്റെ മുക്തമണികൾക്ക് അല്ലാഹു ഖൈറും ബറക്കത്തും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. എനിക്ക് വലിയ സന്തോഷമാണ് നിങ്ങളെ കണ്ടപ്പോ ഇത്രത്തോളം. ഇതിൽ അടിമന്മാരല്ലാത്ത ആൾക്കാരല്ലേ? പുതിയന്മാരെ കൂടെ വന്നോളല്ല, അല്ലാതെ അടിമന്മാരല്ലാത്തവരൊന്ന് കഴിഞ്ഞിട്ട് നിന്നാണ്. അടിമന്മാരല്ലാത്തവര് ഇത്ര ആളുള്ളൂ. അൽഹംദുലില്ലാഹ്, അല്ലാഹു നിങ്ങൾക്ക് ബർക്കത്ത് ചെയ്യട്ടെ. നിങ്ങൾ വന്നല്ലോ, ഞാൻ കുട്ടി വിളിച്ചപ്പോ വലിയ സന്തോഷായിട്ടോ. ഞാൻ അത് പറയട്ടെ, ഞാൻ വിളിച്ചതോലെ കേട്ടോ. നിങ്ങൾ എല്ലാവരും എനിക്ക് ഒരുപോലെ കേട്ടോ. എല്ലാവരും എനിക്ക് ഒരുപോലെ. ആരോടും എനിക്കെന്തില്ല ഒരു പ്രത്യേക മുഹബത്ത് എനിക്കില്ല. എല്ലാവരും എനിക്ക് ഒരുപോലെ എന്നത് അങ്ങനെ ആക്കി തരട്ടെ കേട്ടോ. പിന്നെ പറയാനുള്ളത്, ഇന്ന് നമ്മള് ഈ 29-ാം തീയതി 18 മക്കളെ കല്യാണം. ഞാൻ ആദ്യം പറയുന്നത് എത്തിയുമല്ല, ഓർക്ക് എല്ലാവർക്കും എന്തുണ്ട്? എല്ലാവരും ഉണ്ട്. നമ്മൾ അവര് ഒരു എത്തിയുമായിട്ടോ ഒരു പാവപ്പെട്ട മക്കളായിട്ട് നമ്മൾ കാണുന്നില്ല. പക്ഷേ ഒക്കെ ഓല മുതലാളി ഞാനാണ്. നിങ്ങളൊന്നും എന്തില്ല, എത്തിയുമല്ല, പാവങ്ങള്. അങ്ങനെ ഞങ്ങൾ ആരും എന്ത് ചെയ്യണ്ട, തെറ്റിദ്ധരിക്കും വേണ്ട. ഓലത്തിലുള്ള പൈസ നിന്റെ കൊടുത്ത് നിന്നിട്ട് പറഞ്ഞു നിങ്ങൾ കെട്ടിച്ചോളിന്നു. മനസ്സിലായില്ലേ? ഈ അച്ഛനെ ഈ മക്കളൊക്കെ ഓലെ മാതാപിതാക്കൾ ഇല്ലാത്തവരൊക്കെ എന്റെ എന്ത് ചെയ്തു? സ്വർണം തന്നിട്ട് പറഞ്ഞു തങ്ങളിപ്പ നിങ്ങൾ കെട്ടിച്ചോളി. അപ്പൊ നമ്മൾ ഓലെ അത്രേ ഉള്ളൂ. അല്ലാതെ മക്കളെ വിഷമം മനസ്സിലുണ്ടാവരുതിട്ടോ. കാരണം വാപ്പില്ലാത്ത വിഷമം അറിഞ്ഞോനെ ഞാൻ, ഉമ്മയില്ലാത്ത വേദന അറിഞ്ഞോനെ ഞാൻ. എന്നെ കുറിച്ച് അറിയോ? മാഷിനറിയാം. വാപ്പ 10 വയസ്സിൽ വാപ്പ മരിച്ചിട്ടുണ്ട്. വാപ്പ മരിക്കുന്നതിന്റെ മുമ്പ് 6 മക്കളെ, അറിയാത്ത കുറെ കഥകളുണ്ട്. എന്റെ ഉമ്മാനെ വാപ്പ തലാക്ക് ചെയ്യുന്നു. വാപ്പ ഉമ്മാനെ. അങ്ങനെ വാപ്പ മരിക്കുന്നതിന് മുമ്പ് ഈ മാഷത്ത് നെയ്ത്ത് വാങ്ങിയിട്ടാണ് ദാറുന്നജാത്ത് എത്തീഖാനിൽ വാപ്പ മരിച്ചു എന്ന് പറഞ്ഞ് കൊണ്ടാക്കുന്നത്. അങ്ങനെ വാപ്പ മരിക്കുന്നതിന്റെ മുമ്പ് വാപ്പ മരിച്ചു എന്ന് പറഞ്ഞ് എത്തിയാനെ കൊണ്ടാക്കി. അങ്ങനെ ഉമ്മാന്റെ പരീക്ക് ഞങ്ങൾക്ക് വരാൻ പറ്റില്ല. ഉമ്മാനെ വേറെ കെട്ടിച്ചു. എന്നൊക്കെ പല ആൾക്കും ചോദിക്കുമ്പോണ്ടായിരുന്നില്ല, നിന്നോട് ചോദിക്കലുണ്ട്. ഉമ്മാനെ വേറെ കെട്ടിച്ചു. വാപ്പാക്ക് വീടില്ല, ഉമ്മാന്റെ പരീക്കും പോകാൻ പറ്റില്ല. കഥ മാഷിനറിയാം. എല്ലാ മാസത്തിലും മക്കൾ 2 ദിവസം വീട്ടിക്ക് പോകും. ചെങ്ങയിൽ പഠിക്കുമ്പോ 2 ദിവസം ഉമ്മമാരാരെങ്കിലും വന്നിട്ട് വീട്ടിൽ പോകും. ഞങ്ങളെ കൊണ്ടുപോകാൻ ആരുമില്ല. മറ്റുള്ള മക്കൾ വരുമ്പോൾ ഞങ്ങൾ പോലും മൂത്ത് പോകും. കുറച്ചൊന്ന് ഞങ്ങളെ കൊണ്ടുപോകാൻ ആരാണ്? എന്റെ മക്കള് മുട്ടായി, എന്റെ അനുജന്മാര് എത്തിങ്ങനെ കലണ്ടർ വെക്കാൻ പോയില്ല. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എത്തിങ്ങളിൽ പഠിക്കുമ്പോ കലണ്ടർ വെക്കാൻ പോകും. എന്നിട്ട് ആ വിറ്റ് കിട്ടുന്ന പൈസ എന്ത് ചെയ്യും? ഞാൻ സായുധങ്ങള് പുസ്തകങ്ങളൊക്കെ വിളിച്ചിട്ട് ചിപ്സൊക്കെ വാങ്ങിക്കൊടുക്കും. മാഷ ആരുണ്ടായിട്ടില്ല. അങ്ങനെ കലണ്ടർ വെക്കാൻ പോയി.
അങ്ങനെ ജീവിച്ചതാ. ഒരു റമദാനില് ഉസ്താദ് എപ്പോഴും ഓർമ്മയുണ്ട്, ചെറിയ കുട്ടിയല്ലേ, ഉസ്താദ് വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളെ കൊണ്ടുപോകാൻ ആരുമില്ല, നിങ്ങളെ കൊണ്ടുപോകാൻ ഇവിടെ നോമ്പ് തുറന്നോളി. അങ്ങനെ ഒരുപാട് വേദനകളും കഷ്ടപ്പാടും അനുഭവിച്ചവിടെത്തി. പിന്നെ എത്തിങ്ങളെ കലണ്ടർ ഇങ്ങനെ ബുക്കാൻ പോയി. അവിടെ പന്തലൂരെത്തി, മഞ്ചേരി പന്തലൂര്. അവിടെ എത്തിയപ്പോൾ തങ്ങൾ പാപ്പാന്റെ കുടുംബക്കാര് ഇവിടെ നിന്നോളിന്ന് പറഞ്ഞു. പിന്നെന്താക്കി അവിടെ നിന്നു. പിന്നെ അമ്മാനെ ആ മാപ്പിള ഒഴിവാക്കി. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഉമ്മാനെ നോക്കി. ചെറുപ്പത്തിൽ എൻ്റെ അമ്മ എപ്പോഴും പറയും, എൻ്റെ അമ്മാന്റെ കുരുത്തവും കിട്ടിയത് എനിക്ക്, അതുകൊണ്ട് അള്ളാനെ കുഴപ്പമില്ല. ഞാൻ 13 വയസ്സിൽ എൻ്റെ അമ്മ, ഞാൻ വെറുതെ പറയില്ല, 13 വയസ്സിൽ എൻ്റെ അമ്മാനെ ഞാൻ നോക്കാൻ തുടങ്ങിയിട്ട് അമ്മ എപ്പോഴും പറയും. എൻ്റെ അമ്മ നിങ്ങൾക്ക് അറിയില്ലേ, ഇന്നും എൻ്റെ ഉമ്മാന്റെ ഖബറിന്റെ അവിടെ ഓതുന്നുണ്ട് ഉസ്താദ്. ഇന്ന് എൻ്റെ അമ്മാന്റെ എന്താ, എൻ്റെ അമ്മക്ക് എല്ലാ സൗകര്യവും ഞാൻ ഒരുക്കിയിട്ടുണ്ട്. എന്നാൽ എൻ്റെ അമ്മക്ക് ഒരു മാസം 5000 രൂപ കൊടുക്കും. അതൊരു ബർക്കത്ത ഒഴിക്കും. മൗലാനിന്ന് ഖബർ കുത്തിക്കോളിത് പറഞ്ഞിട്ടാണ് ഉമ്മാനെ തന്നത്. എന്നിട്ട് എൻ്റെ അമ്മ ഒരു കൊല്ലം ജീവിച്ചു. നമ്മളമ്മമാരൊക്കെ അല്ലാഹു ആഫിയത്ത് അല്ലാഹു നൽകട്ടെ. പിന്നെ മരണ വാജിബാണല്ലോ, നിർബന്ധമാണല്ലോ. ഇന്ന് എൻ്റെ അമ്മയുടെ ഖബറിന്റെ അവിടെ ഓതുണ്ട്. അപ്പൊ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാ. പിന്നെ ഞാൻ പല ആളുകളും, ഞാൻ 2 കല്യാണം കഴിച്ചു. അതൊക്കെ ഒരുപാട് കഥകളുണ്ട്. ആ കഥകളൊക്കെ നിങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾ പറയും തങ്ങളിപ്പ ചെയ്ത് തെറ്റല്ല. ആരും നോക്ക, ഒരു അഡ്രസ് ഉണ്ടായിരുന്നില്ല ഞങ്ങൾക്ക്, ഒരു അഡ്രസ് ഉണ്ടായിട്ടില്ല, ആരും ഉണ്ടായിട്ടില്ല. ഇത്ര കഷ്ടപ്പെട്ടിട്ടാണ് പെടുത്തി. അങ്ങനെ അൽഹംദുലില്ലാഹ് അല്ലാഹുവിന്റെ റസൂൽ ബർക്കത്തുകൊണ്ട് ചെറുപ്പത്തിൽ എനിക്കൊരു ഉറുപ്പ്യ കിട്ടിയാൽ ഞാൻ 50 പൈസ മാറ്റി വെക്കും. അത് ആർക്കെങ്കിലും കൊടുക്കും. പന്തളിച്ചാൻ പോയിരുന്നു. പന്തളിച്ചാൻ പോയി ട്രോഫിന് ഇത് കിട്ടും, ക്യാഷ് അവാർഡ്. ഞാൻ നല്ല കളിച്ചിരുന്നു. ഇപ്പോഴും കളിച്ചാൽ വിളിച്ചാൽ പോട്ടോ. അങ്ങനെ അത് കിട്ടിയിട്ട് ക്യാൻസർ, അതുകൊണ്ടൊക്കെ തന്നെ പഠിച്ചു പോയേക്കാറുണ്ട്. ഇപ്പൊ ഇന്ന് അൽഹംദുലില്ലാഹ് ലൈവ് വിട്ടു. അള്ളാഹുവിന്റെ ഉന്നതങ്ങളിൽ എത്തിച്ചു. അന്ന് മിഠായി വാങ്ങാൻ ഗതിയില്ലെങ്കിൽ ഇന്ന് നമുക്ക്, ഞാൻ വിചാരിച്ചിട്ട് മണ്ണാർക്കാട് വരക്കുവാന്ന് അല്ല മാഷെ. പക്ഷെ ദുനിയാവിലൊന്നും വേണ്ട, എന്തിനാ മുതല്. പിന്നെ ഇവിടെ ചികിത്സക്ക് വരുന്ന ആളുകൾ ആ വീടാ നോക്കുക, ഇതാണോ തങ്ങളെ വീട്, ഇത് ചികിത്സക്ക് മാത്രം ഉണ്ടാക്കിയതോ ചോദിക്കും. പിന്നെ അടിഞ്ഞന്മാർ എന്നെ വിളിച്ചിട്ട് പുറത്താൽപ്പാ നല്ലൊരു പെരുണ്ടാക്കണം. കാരണം എന്താ അറിയോ, ഇതിന്റെ ഉള്ളിലെ ആളുകൾ വരുമ്പോ പെണ്ണുങ്ങളെ കുട്ടികൾ അടുക്കളയിൽ വന്നിട്ട് ഇരിക്കല്. അപ്പൊ ഈ പെരയാണ് പല ആൾക്കാരെ ഗേറ്റ് കടന്നിട്ട് ഓലായതുകൊണ്ട് ചീത്ത പറയില്ല. അപ്പോ ഇൻഷാ അല്ലാഹ് ഞാൻ കൂടുതൽ പറയുന്നില്ല. അപ്പോ എനിക്ക് ഇപ്പൊ റബ്ബ് തന്ന നിഅമത്ത് നിങ്ങള് കാരണം. ഞാൻ നിങ്ങളെ മറന്നാ പിന്നെ എന്ത് മനസ്സിലായി? എനിക്ക് അല്ലാഹ് തന്ന ഇപ്പത്തെ നിഅമത്തുണ്ടല്ലോ, അത് നിങ്ങൾ കാരണമാണ്. നിങ്ങളെ മറന്നാൽ പടച്ചോനെന്ത് ചെയ്യും? പിന്നെ വിടൂല. അതുകൊണ്ടാണ് നിങ്ങളിപ്പോ എന്നെ വിളിച്ചത്. ഇപ്പൊ കല്യാണാണ്. ഈ കല്യാണത്തിന് നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പോ ഒരു കുടുംബം വന്നിട്ടുണ്ട്. ഇവിടുന്ന് നീലഗിരി, എവിടെ ഒന്നിച്ചെന്ന് നീലഗിരി അല്ല, പെണ്ണ് നിങ്ങളല്ല, നീലഗിരിക്കാർ പോയോ നിങ്ങളല്ലേ? നിങ്ങൾ ആ കൂട്ടത്തിലിരുന്ന് അപ്പൊ എത്രയാണ് വന്നത്? ഇവര് നീലഗിരി അല്ലേ? അപേക്ഷ തന്നെ ഇപ്പൊന്ന് അപേക്ഷ നിങ്ങളല്ലേ? അല്ലേ? അപ്പൊ നമ്മള് 21 ആളെയാണ് നമ്മൾ ഏറ്റെടുത്തത്. 21 ഏറ്റെടുത്തു. പിന്നെ 1 സലാമാഷ് പറഞ്ഞു. അപ്പൊ ചില സാങ്കേതിക കാര്യത്തിൽ നമ്മൾ ഓരോ ഒഴിവാക്കി. അങ്ങനെ 17 കുട്ടികൾ ഉറപ്പിച്ചു. ഇനി ഞാനിങ്ങനെ ദ്വാരിക്കാൻ പഠിച്ചുള്ളൂ, ഇങ്ങനെ ഒഴിവായി കിട്ടിയിരുന്നു. അത്രയും സ്വർണം കുറഞ്ഞിട്ട് വരും നമ്മളിങ്ങനെ. പക്ഷേ 17 എത്തി. പിന്നെ ഒരു അടിമ വിളിച്ചു പറഞ്ഞു, വയനാട്ടിൽ നിന്ന് പാവം 2 കുട്ടികളും ഇവിടെ ഉണ്ടായിരുന്നു. ഓലെ കെയർഫുള്ളാണ് എടുത്തിങ്ങനെ. എത്ര എടുത്തിങ്ങനെ കെയർഫുൾ? 2 ആളല്ലേ? പിന്നെയും വിളിച്ചു വരും. ഞാൻ ചീത്ത അത് പൊരുത്തപ്പെട്ടിട്ടാ. കാരണം എന്റെ അവസ്ഥ അങ്ങനെയാണ്. ഏകദേശം 50 ലക്ഷം റുപ്യ, 45 ലക്ഷം റുപ്യന്റെ അടുത്ത് സ്വർണം മാത്രം വരും. 45 ലക്ഷം. അപ്പോ
നമ്മളെന്താട്ടി മാഷിങ്ങൾക്ക് തിരക്കുള്ളൊരു പറഞ്ഞു. അപ്പോ പോലെ കഴിഞ്ഞ ആഴ്ച വന്നിട്ട് ഈ മർത്തപ്പടെ വന്ന് ഒരുപാട് ദൂരത്തുന്ന ഒരു ഗതിയില്ല. മൂത്ത കുട്ടിനെ കെട്ടിച്ചു അല്ലേ, നാട്ടിലൊക്കെ പാടെ കെട്ടിച്ചു കടത്തിലാണ്. നിങ്ങൾ അടുത്ത കല്യാണത്തിന് ഏറ്റെടുത്താൽ മതിയായിരുന്നു. കാതിലിങ്ങനെ കരുതൊന്നുമില്ല, സങ്കടം. അപ്പൊ അടുത്ത കല്യാണത്തിന് പറയുമ്പോ കുറച്ച് നേരം ഒഴുകും, 6 മാസം. അത്രയും ഒരു മനുഷ്യൻ നമ്മളെ മറത്ത് വന്ന് പറയുമ്പോ ഒരു ഗതിയില്ലായിട്ടല്ലേ. അപ്പൊ ഞാൻ ഓരോട് എന്ത് പറഞ്ഞു, ഇതെന്റെ ആള് ഞാനല്ല, അതിന്റെ ആളൊക്കെ എന്താണ് വേറെ ആൾക്കാരാണ്. അപ്പൊ എന്നോട് കുറച്ചുകൂടെ ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ ഒരാൾ എന്നെ വിളിച്ചു തന്നു, തങ്ങളിപ്പാ ഇതൊക്കെ നിങ്ങളല്ലേ കൈകാര്യം ചെയ്യുന്നത്, നിങ്ങൾക്കത് പറഞ്ഞോടെ. ഞാൻ കുറച്ച് കുറെ പെങ്ങന്മാരും ഉമ്മമാരൊക്കെ ഉണ്ട്. ഇവരോടും പറഞ്ഞു വെള്ളിയാഴ്ച വര്. ഓലെന്താ പറയുന്ന വെച്ചാല് ഓലെങ്കിൽ ഒരു സമ്മതം തന്നോ, ഞാൻ ഏറ്റെടുക്കുന്ന